ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ് രേഖാചിത്രം. ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രailer എത്തിയിട്ടുണ്ട്. കാണാം. ജോഫിൻഡി ചാക്കോ സംവിധാനം ചെയ്ത് നമ്മുടെ ആസിഫ് അലി, അനശ്വര രാജൻ ഇവര് രണ്ടുപേരും പ്രധാന വേഷം ചെയ്യുന്ന സിനിമയാണ് രേഖാചിത്രം. ചിത്രത്തിലെ ഒരു കുഞ്ഞി കാമിയോയില് നമ്മുടെ മമ്മൂക്കയുണ്ട്. മമ്മൂക്കയെ ഈ ട്രailerൽ കാണാൻ പറ്റും എന്നുള്ളതൊന്ന് നോക്കണം. അത് കാണാൻ സാധ്യത വളരെ വളരെ കുറവാണ്. കാരണം സിനിമയിലേ കുറവുള്ളൂ. അതല്ല, ഇനി അത് ട്രailerലും കൂടി കാണിച്ചു തരാം. കാമിയോ ഒരു 2-3 മിനിറ്റിന്റെ സംഭവം. ആ സംഭവം നിങ്ങൾക്ക് ട്രailerൽ തന്നെ വന്നിട്ട് നിങ്ങൾ ഇപ്പൊ തന്നെ ത്രില്ല് അടിച്ചു പോന്ന് ഇപ്പൊ കിട്ടും. പിന്നെ ഇങ്ങനെ സിനിമയും കാണിക്കുന്നില്ല. അതാണ് ഇപ്പൊ കിട്ടും, നോക്കിയിരുന്നോ. അപ്പൊ അത് കാണാൻ ഒരു സാധ്യതയില്ല. പക്ഷെ എന്തെങ്കിലും റെഫറൻസ്, അതായത് ഈ സിനിമയുടെ ഒരു ലൊക്കേഷൻ, അത് കുറച്ച് കാലഘട്ടം പിന്നോട്ടുള്ള കഥയാണിത്. അതായത് കാതോട് കാതോരം ഈ സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചിട്ട് എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ മമ്മൂക്ക അവിടുത്തെ മമ്മൂക്കനാണ് നമുക്ക് കാണേണ്ടത്. നിൽക്കുന്നില്ല, നിർത്തണം. അത് ആവശ്യമില്ലാത്ത പരിപാടികളൊക്കെ എടുക്കും. കാതോട് കാതോരം സിനിമയിലെ മമ്മൂക്കന്റെ ലുക്ക് ഓർമ്മയുണ്ടോ? ഓഹോ, ആ ലുക്കിൽ തന്നെ ആയിരിക്കുമോ അതോ അല്ലാണ്ട് മമ്മൂട്ടി എന്ന് പറഞ്ഞ നടനെ ആയിരിക്കും കാണിക്കുന്നത്? അതൊരു ചോദ്യമാണ്. അതായത് ആ ലുക്കിലാണോ, അല്ലെങ്കിൽ അതായത് ഇതിന്റെ ലൊക്കേഷനിലെ ആള് സാധാരണ നോർമൽ മമ്മൂട്ടി, ആ മമ്മൂട്ടീനെ, അതായത് ഒരു സിനിമാ താരമായ മമ്മൂട്ടീനെയാണോ കാണിക്കുന്നതോ ആ കാതോട് കാതോരം സിനിമയിലെ ലുക്കിലായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. അതൊരു ചോദ്യമാണ്. അത് മിക്കവാറും മമ്മൂക്കയായിട്ട് തന്നെ ആയിരിക്കും. അതിനാണ് സാധ്യത. ക്യാരക്ടർ ലുക്കിലേക്ക് AI ചെയ്ത് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ആണ്. പക്ഷേ എങ്കിലും ആ ഒരു പെർഫെക്ഷൻ കിട്ടൂല. അല്ല, ചെയ്യാം പക്ഷെ എന്നാൽ പോലും മമ്മൂക്കയായിട്ട് വരുന്ന കുറച്ച് സിനിമകൾ മാത്രമേ നമ്മൾ കണ്ടിട്ടുണ്ടാവുള്ളൂ, അല്ലേ? ഒരു നടൻ സിനിമയിലോട്ട് വരുന്നൊരു സംഭവം. അതെ, നടൻ്റെ ക്യാരക്ടർ ലുക്ക് അങ്ങനെ ആയിരിക്കില്ല എന്നുള്ളതാണ് തോന്നുന്നത്. കാരണം ഇത് ഒരു അന്വേഷണമാണല്ലോ ഈ സിനിമ. അപ്പോൾ അത് നടക്കുന്ന എന്തോ ഒരു സംഭവം, അത് നമ്മുടെ അനശ്വര ചെയ്യുന്ന കഥാപാത്രത്തിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംഭവം ആയിരിക്കാം. അപ്പോൾ ആളൊരു സിസ്റ്ററായിട്ടല്ലോ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തി അന്വേഷണമൊക്കെ നടക്കുന്നുണ്ടാവാം. അപ്പോൾ എന്തായാലും ക്യാരക്ടർ ലുക്കിൽ വരാൻ സാധ്യത വളരെ കുറവാണ്. ഓക്കെ, വേണ്ട, കുഴപ്പമില്ല. ക്യാരക്ടർ ലുക്ക് വേണ്ട, നോർമലായിട്ട് മമ്മൂക്കയുടെ പ്രസൻസ് ഉണ്ടായാൽ മതി. അതായത് ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് അത് മതി, അധികമൊന്നും വേണ്ട. ചെറിയൊരു സംഭവം കിട്ടിയാൽ മതി. എന്തായാലും സിനിമ റിലീസിനെത്തുന്നത് ജനുവരി 9-ാം തീയതിയാണ്. ജനുവരി 9-ന് മറ്റൊരു സിനിമ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മമ്മൂക്കയുടെ ഒരു സിനിമ, ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്. ചുമ്മാ കളിക്കല്ലേ അങ്ങോട്ട്. പക്ഷെ അതങ്ങ് മാറ്റി തള്ളി വെച്ചിട്ടുണ്ട്. ബോംബൊക്കെ ഇടുന്നുണ്ടോ? എന്താണത്? ചില സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ പ്രശ്നമാണോ? ഓക്കെ, എന്തുകൊണ്ടായിരിക്കാം മാറ്റി വെച്ചത്? അതിലും ഇതിലും മമ്മൂക്ക. അപ്പം എന്തായാലും ആളുടെ ബന്ധം വെച്ച് ഇത് നീക്കി കൊടുത്തു. അത് തന്നെയാണ് സത്യം. എന്തായാലും ഇതിൽ ചെറിയൊരു റോള് എന്തായാലും മമ്മൂക്ക ഉണ്ട് എന്നുള്ളത് കൺഫേം ആണ്. ഓക്കെ, അപ്പം നമുക്ക് ട്രെയിലറിലേക്ക് കടക്കാം. ഓക്കെ, എന്തെങ്കിലും റെഫറൻസ് ഉണ്ടാവും നോക്കാലോ, അല്ലേ? ലോറിയോ കാറോ ബെൻസോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവാതിരിക്കൂല. ഓക്കെ, കാട്, അയാളെ തീർത്തു. വേറെ പല സ്ഥലത്ത് കുളിച്ചിട്ടുണ്ട്. പിന്നെ സാറി പറയുന്ന സമയത്ത് അവൻ എന്തോ ഒരു പിഴുവലി ചെയ്തിട്ടുണ്ട്. അതിൽ പിടിച്ചാണോ കേൾക്കുന്നത്? ആവേശമല്ല സാറേ, ആവശ്യം. ചില പോലീസ് ഓഫീസേഴ്സ് are thoroughly prejudiced. എനിക്കിത് പണ്ട് ആരെ ഞാൻ മറക്കത്തില്ല. സിനിമ ഓരോരുത്തർക്ക് എന്തെങ്കിലുമൊക്കെ കരുതി വെച്ചിട്ടുണ്ടോ? ഈ നടിയാള് സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലും അവൾ നല്ലൊരു നടിയായിരുന്നു.
കുറച്ച് ആർട്ടിഫിഷ്യൽ ആയോ? വഴികളിലെല്ലാം ശേഷിക്കുന്നത് ശവശേഖരങ്ങളാണ്. ഒരു പക്ഷേ മരിച്ചു വീഴുന്നത് ഞാനായിരിക്കാം, നിങ്ങളായിരിക്കാം. I want to know who is she. എന്തായാലും അയാൾ പറഞ്ഞതിൽ പകുതി സത്യമാണെന്ന് ആ സ്കെൽറ്റൻ കിട്ടിയപ്പോൾ മനസ്സിലായില്ലേ. ജോഫിൻ ഡി ചാക്കോ. ബാക്കി പകുതിയോട് സത്യമാണെന്ന് നമുക്ക് നോക്കാം. ഓ ജനുവരി 9. അല്ല, നമ്മളിപ്പോ എന്താ പറഞ്ഞു വെച്ചത്? സിസ്റ്ററായിട്ടാണ് അനശ്വര വരുന്നത്. അതെ, ആളുടെ ക്യാരക്ടറിന്റെ തിരോധാനം. പക്ഷെ അങ്ങനെയല്ലോ തിരിച്ചുള്ളൂ. ആള് വന്നിടത്തൊക്കെ ഓരോ കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. ആളെ കുറിച്ച് പറയുന്ന സാധനം ഡീറ്റെയിൽ ചെയ്യുന്ന സമയത്ത് അത് തന്നെ പറയുന്നത്. അതെ, ആള് ജീവിതത്തിലും അല്ലാതെയും ഒരു നടിയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവമൊക്കെ വരുന്നുണ്ട്. അപ്പൊ കില്ലർ ആളാണോ? അല്ല, അങ്ങനെ പറഞ്ഞു വെക്കൂലല്ലോ അല്ലേ? അതെന്തായാലും വെക്കാം. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇപ്പത്തെ കാലവും പഴയതിലേക്കും അങ്ങനെ പോകുന്നതാണോ? ഇല്ലല്ല, അന്നത്തെ കാലഘട്ടത്തിൽ മാത്രം, ആണല്ലേ? അന്നത്തെ അന്വേഷണം മാത്രമാണ്. ഓക്കെ, അത് തോന്നാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആസിഫ് അലി യൂസ് ചെയ്യുന്ന കാർ അതേതാ? അത് പുതിയ, അതായത് ഒരു 8-10 വർഷം മുന്നേക്കുള്ള വണ്ടീൻ്റെ ആ ഒരു സംഭവം കാണിച്ചിട്ടുള്ള. ആണോ? അതുകൊണ്ട് ഞാൻ ചോദിച്ചാൽ ഇനിയിപ്പം പഴയത് അന്വേഷിച്ച് എടുക്കുന്നതാണോ എന്നുള്ളൊരു സാധനം. ഓക്കെ, ഇന്ന് അന്വേഷിക്കുന്നു അന്നത്തെ കേസ് തന്നെ. അതായത് ഇതിലെ പ്രസന്റ് കാലഘട്ടം ചിലപ്പോൾ ഒരു 10-15 വർഷം പഴക്കമുള്ളതായിരിക്കും. അന്ന് ആ പ്രസന്റ് കാലഘട്ടത്തിൽ നിന്ന് പാസ്റ്റിലേക്ക് പോയി അന്വേഷിക്കുന്നു. അതായത് കാതോട് കാതോട് നടക്കുന്ന അന്നത്തെ ആ ഒരു കാലഘട്ടത്തിലേക്ക് അല്ലേ? അതെ. ഓക്കെ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നിരാശയാണ്. മമ്മൂക്കനെ കണ്ടില്ല. കണ്ടോ? അത് നമ്മൾ ഓൾറെഡി തീരുമാനിച്ചിട്ടില്ല. എന്നാലും ചെറുതായിട്ട് എവിടെയെങ്കിലും ഒക്കെ ഒന്ന് കാണാൻ പറ്റുമായിരിക്കും, പക്ഷെ കണ്ടില്ല. എന്തായാലും JCB കൊണ്ടുവന്നിട്ടേ മാന്തുന്നൊരു സീനുണ്ടല്ലോ, ശേഷം അവിടെ ഒന്നും കിട്ടുന്നില്ല. പക്ഷെ ഇതിനകത്ത് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്ന ഒരൊറ്റ കൊലപാതകം അതിന്റെ ബേസിലുള്ള അന്വേഷണം ആയിരിക്കും എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ കൊല്ലപ്പെടുന്നത് അനശ്വര ക്യാരക്ടർ എന്നുള്ളതാണ് നമുക്ക് തോന്നിയത്. പക്ഷെ അങ്ങനെയല്ല. ഞാൻ പറഞ്ഞു വന്നെന്താ അറിയോ? അതായത് ഈ JCB വെച്ച് മാന്തൂലേ, എന്നിട്ടൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ അതിന് ശേഷം ആൾക്ക് എന്തോ തോന്നിയിട്ട് തിരിഞ്ഞു നോക്കിയിട്ട് ആള് തന്നെ കുഴിച്ചെടുക്കുന്നതാണ് ആ ബോഡി. ഏത് ഒരു സ്കെൽറ്റൻ, ആളുടെ ഒരു സ്കൾ കിട്ടിയില്ലേ, ആ സംഭവം. ആസിഫ് അലി തന്നെയാണ് ഇറങ്ങി കുഴിക്കുന്നത്. അതെ, പോലീസുകാരൻ തന്നെ നേരിട്ട് ഇറങ്ങി കുഴിച്ചെടുക്കുകയാണ്. ഇവിടെ ഉണ്ടെന്ന് അറിയാം, അവിടെ നിന്ന് തന്നെ എടുക്കണം എന്ന് പറഞ്ഞു. എന്താണെങ്കിലും ഒരു കൊലപാതകമല്ല, ഒരു 2-3 അടുപ്പിച്ച് തന്നെ കാണിക്കുന്നുണ്ട്. അതെ അതെ, അപ്പൊ ഒരുപാട് കൊലപാതകങ്ങളുടെ ഒരു സ്റ്റോറിയാണ്. കില്ലറിന്റെ കഥയാണ്. അതെ, ഒന്നിൽ തീരുന്ന സാധനമല്ല. അല്ല, നമുക്ക് അടിപൊളി. അത് ഇതിനകത്ത് എന്താണെന്ന് അറിയോ, ഇപ്പൊ 2025 തുടങ്ങാൻ പോകുന്നു. ആ സമയത്ത് തന്നെ ഫസ്റ്റ് ഇന്നലെ ഒരു ട്രെയിലർ വന്നു. അതിനകത്ത് കിട്ടിയൊരു സംഭവമുണ്ട്. ഇപ്പൊ 2ാമത്തെ ട്രെയിലർ വരുന്നു. ഇപ്പം രേഖാചിത്രം. അതിന് മുമ്പ് ഐഡന്റിറ്റി 2ാം തീയതി ഐഡന്റിറ്റി വരും. ഇപ്പൊ രേഖാചിത്രം 9ാം തീയതി. ഈ രണ്ടിന്റെയും നമുക്ക് ഇനി കാണാനിരിക്കുന്ന അല്ലെങ്കിൽ വരാനിരിക്കുന്ന സിനിമകളിലേക്ക് ഒരു പ്രോമിസിങ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് ഗംഭീരമാട്ടോ, മലയാള സിനിമേന്റെ വരാനിരിക്കുന്ന സംഭവങ്ങൾ. 2024 തീരൂല, ഇതങ്ങ് തുടരുന്നു. 25 തീരൂല, 25 അങ്ങോട്ട് തുടരും. ഒരു വേറെ ലെവൽ സാധനങ്ങളാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ആസിഫ് അലി പോലീസ് വേഷത്തിൽ എത്തിക്കഴിഞ്ഞാൽ അതൊരൊന്നൊന്നര സംഭവമായിരിക്കും. ആള് പോലീസുകാരനായിട്ട് ചെയ്യുന്നൊരു രീതിയുണ്ട്, അതിൻ്റെ എല്ലാ പരിപാടിയും വേറെ ലെവലായിരിക്കും. അത് ആള് പോലീസായിട്ട് വരുമ്പോൾ നമുക്ക് എപ്പോഴും ഒറിജിനൽ ഒരു പോലീസുകാരൻ, അതെ, ആ ഒരു സാധനം നമ്മുടെ ഉള്ളിലോട്ട് തരുന്ന ഒരു സംഭവമായിരിക്കും. കാരണം അത് ഇനി ഏത് രീതിയിലായിക്കോട്ടെ, പക്ഷെ പോലീസുകാരനാണോ സാധാരണ ഒരു പോലീസുകാരനുണ്ടാവുന്ന മാനറിസങ്ങളെല്ലാം ആള് കറക്റ്റായിട്ടായിരിക്കും നമ്മുടെ മുന്നിലോട്ട് തരുന്നത്. അതൊരു സംഭവമാണ്, അതൊരു വേറെ ലെവലാണ്. ആള് സത്യമുണ്ടോ? വല്ല കാര്യമുണ്ടോ? ചുമ്മാ കള്ളം പറയുമ്പോൾ ഇതില് സത്യമാണ്. അതായത് ഈ ട്രെയിലറിലാണെങ്കിൽ പോലും അതാ പറഞ്ഞത്, ചെറിയ ഒരു സീനിലാണെങ്കിൽ പോലും ആളാ യൂണിഫോം ഇട്ട് വരുന്ന സമയത്ത് ആൾക്ക് കിട്ടുന്നൊരു സംഭവമുണ്ട്. ഇപ്പം നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു സിനിമയായിരുന്നു തലവൻ. പക്ഷെ അതില് യൂണിഫോം ഇട്ടിട്ട് ആള് വരുന്ന സമയത്ത് വേറെ ലെവലായിരുന്നു. അത് അതേപോലെ തന്നെ കേട്ടോ ഇനി വരാൻ പോകുന്ന സിനിമയിൽ.
എന്താണെങ്കിലും കാത്തിരിക്കാം. കാത്തിരിക്കാം. പോവല്ലേ? പോവാം. അപ്പോൾ ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.